ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രായമായവരെ നോക്കുന്ന വ്യക്തികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. അത് മനസ്സിലാക്കാനായിട്ട് ആരും ഉണ്ടാവില്ല. അവരുടെ മാനസികമായ സംഘർഷങ്ങളോ ശാരീരികമായ ബുദ്ധിമുട്ടുകളോ മനസ്സിലാക്കാനായിട്ട് ആരും ഉണ്ടാവില്ല. കാരണം പ്രായമായവരെ നമ്മൾ നോക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കേസല്ല. കാരണം അവർക്ക് അവരുടേതായ സംതൃപ്തി അല്ലെങ്കിൽ അവരുടേതായ രീതിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും അല്ലെങ്കിൽ വേണ്ട വിധ രീതിയിൽ നമ്മൾ നോക്കിയാലും അവർക്ക് അവരുടേതായ സംതൃപ്തിയോ അല്ലെങ്കിൽ ചെയ്തത് പോരാ എന്നുള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങളെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ ഇതിന് മുൻപും പറഞ്ഞിട്ടുണ്ട്, അവരുടെ മുതുമുത്തശ്ശന്മാർ അല്ലെങ്കിൽ അമ്മൂമ്മമാർ അല്ലെങ്കിൽ അവരുടെ മുത്തശ്ശന്മാരേനെ അവർ നോക്കിയിട്ടുണ്ട്, അവർ പരിപാലിച്ചിട്ടുണ്ട്, ഒരാളടുത്തിരുന്ന് പരിപാലിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പോലെയാണ് അവരിപ്പോഴും ചിന്തിക്കുന്നത്. കാരണം അവർക്കും അതേപോലെ അമിതമായ പരിപാലനം കിട്ടണം എന്ന രീതിയിൽ കേട്ടോ. അപ്പോൾ ഒരു വസ്ത്രം ആയിക്കോട്ടെ, ഒരു ഭക്ഷണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്ക് ചെയ്ത് കൊടുക്കുന്ന, അതായത് കുളിപ്പിച്ച് കൊടുക്കുന്ന അല്ലെങ്കിൽ എണ്ണ തേച്ച് കൊടുക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, ഇതൊന്നും അവർക്ക് സംതൃപ്തി ഉണ്ടാവില്ല. ചെയ്തു കൊടുത്തത് പോരാ 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 എന്ന് മാത്രമാണ് അവർക്ക് ഉണ്ടാവുക. അല്ലെങ്കിൽ ചെയ്ത കാര്യമാണെങ്കിൽ പോലും ചിലപ്പോൾ ചെയ്തിട്ടില്ല എന്ന് പറയും. ഭക്ഷണം ആയിക്കോട്ടെ, തൈലം തേക്കുന്നതായിക്കോട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധാപൂർവം ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തി, അതായത് നോക്കുന്ന ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന മാനസികമായ സംഘർഷം അല്ലെങ്കിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ. കാരണം അവനവൻ്റെ പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ പ്രായമായവരെ നോക്കുക. അവർ പ്രായമായവർക്ക് ചിലപ്പോൾ ഒന്ന് മലമൂത്ര വിസർജനം ചെയ്യണം, അതല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തായിരിക്കും ഈ നോക്കുന്ന വ്യക്തിക്കൊന്ന് ചിലപ്പോൾ യൂറിൻ പാസ് ചെയ്യണം തോന്നുക. അപ്പോൾ ചിലപ്പോൾ അതുപോലും വേണ്ടെന്ന് വെച്ചിട്ടാണ് അന്ന് പ്രായമായ വ്യക്തിനെ നോക്കുന്നുണ്ടാവുക. അങ്ങനെ അവനവൻ എല്ലാ കാര്യങ്ങളും നമ്മുടെ ദൈനംദിന കൃത്യങ്ങൾ പോലും മാറ്റി വെച്ചിട്ടാണ് പ്രായമായവരെ നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ നോക്കുന്ന വ്യക്തിനെ പ്രായമായ വ്യക്തിക്ക് കണ്ടുകൂടായ്മയാണ് അല്ലേ. എന്ത് പറഞ്ഞാലും ചീത്ത പറയുക, അല്ലെങ്കിൽ അവൾ ചെയ്തു തന്നത് പോരാ, അല്ലെങ്കിൽ അവൻ ചെയ്തു തന്നത് പോരാ, എന്താ പോയതെന്ന് ചെയ്യണേനാണ് ഇത്ര പറയുന്നത്. നിങ്ങളുടെ അടുത്തൊക്കെ മുന്നിലൊക്കെ നന്നായിട്ട് ചെയ്തു തരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ എനിക്കൊന്നും ചെയ്തു തരണില്ല, എനിക്ക് നേരത്തെ ഭക്ഷണം തരണില്ല, അല്ലെങ്കിൽ ഞാൻ ഇത് കഴിച്ചിട്ടേ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് മെഡിസിൻ തന്നിട്ടില്ല, അങ്ങനെയൊക്കെ പറയും അല്ലേ. അപ്പോൾ ദൈനംദിന കാര്യങ്ങൾ ഓരോന്നും ഓരോ പോയിന്റ് വെച്ച് നോക്കിക്കൊണ്ട് പോകുന്ന വ്യക്തിക്ക് അത് കേൾക്കുമ്പോൾ ഒത്തിരി ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് മനസ്സുകൊണ്ട് അറിയാമെങ്കിലും അത് മാനസികമായിട്ട് മറ്റുള്ളവരോട് പറയുമ്പോൾ ഒരു വിഷമം തന്നെയാണ്. അതുപോലെ തന്നെ എപ്പോഴെങ്കിലും വരുന്ന മക്കളോട് ഇവർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. എപ്പോഴെങ്കിലും വന്ന് അവനവൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുക, നല്ല ചിരിച്ച് രണ്ട് വാക്ക് പറഞ്ഞു പോവുക, അങ്ങനെയുള്ളവരോട് നല്ല സ്നേഹമായിരിക്കും. അപ്പോൾ അതിപ്പോൾ അമ്മായിമ്മമാരായിക്കോട്ടെ, അമ്മായിയച്ഛന്മാരായിക്കോട്ടെ, അല്ലെങ്കിൽ സ്വന്തം അച്ഛനും അമ്മയായിക്കോട്ടെ, അവർക്ക് അങ്ങനെയാണ് കേട്ടോ. ഭക്ഷണം കഴിച്ചോ ചോദിച്ചാൽ കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവൾ തന്നിട്ടില്ല, അല്ലെങ്കിൽ അവൻ തന്നിട്ടില്ല, ഇവൻ എൻ്റെ എന്ത് കാര്യം നോക്കണം, ഒന്നും നോക്കണില്ല, അങ്ങനെയാണ്. ഇപ്പോൾ ചിലപ്പോൾ ഈ പെൻഷനൊക്കെ കിട്ടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന എമൗണ്ട് നിസ്സാരമായിരിക്കും, അതിൻ്റെ ഇരട്ടിയായിരിക്കും ചിലവുണ്ടാവുക അല്ലേ. അപ്പോൾ പറയും എൻ്റെ പെൻഷൻ കൊണ്ട് എൻ്റെ കാര്യങ്ങൾ നോക്കണമെന്ന് പറയും. ഈ പെൻഷൻ കൊണ്ട് എന്താ ഒന്നും നടക്കില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊരു ഹോസ്പിറ്റൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ്, എങ്ങനെയൊക്കെ സാധാരണക്കാരായൊരു വ്യക്തിക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ബില്ല് താങ്ങാനായിട്ട് പറ്റില്ല അല്ലേ. നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കണം വെച്ചാൽ നമുക്ക് അത്രമാത്രം പിടിപാടുകൾ ഉണ്ടാവണം, എന്നാൽ തന്നെയാണ് അവിടെ പറ്റുള്ളൂ. അല്ലെങ്കിൽ മണിക്കൂറുകളോളം നമ്മൾ ഈ വയ്യാത്ത വ്യക്തിയും കൊണ്ടിട്ട് നമ്മളവിടെ കാവലിരിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമ്മുടെ അമ്മൂമ്മമാരും മുത്തശ്ശന്മാർക്കൊക്കെ 100-100 വയസ്സ് കഴിഞ്ഞിട്ടും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആരോഗ്യപരമായിക്കോട്ടെ അല്ലെങ്കിൽ ഓർമ്മക്കുറവിൻ്റെ കാര്യങ്ങളോ അതൊന്നും അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ അമ്മമാർക്ക് അല്ലെങ്കിൽ അച്ഛന്മാർക്ക് അങ്ങനെയല്ല. അതിന് മുൻപ് തന്നെ അവർക്ക് ഇതുപോലത്തെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ഒന്നും കാലം പോലും നമ്മളെത്തില്ല. കാരണം കൊല്ലങ്ങൾ ചെല്ലുന്തോറും അല്ലെങ്കിൽ തലമുറകൾ പിന്നിടുമ്പോഴും നമുക്ക് ആരോഗ്യസ്ഥിതിയിലും വ്യത്യാസങ്ങളാണ്. കാരണം നമ്മുടെ ഭക്ഷണം പോലും എല്ലാം വിഷാംശമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ജീവിതശൈലി രോഗങ്ങളായിക്കോട്ടെ, ഓർമ്മക്കുറവായിക്കോട്ടെ, എല്ലാവർക്കും സംഭവിക്കും. അപ്പോൾ പ്രായമായ ഒരു വ്യക്തിനെ ഞാൻ പറഞ്ഞു അവരുടെ സംതൃപ്തമായ രീതിയിൽ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ കൂടി അവർക്കത് പോരാ എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അപ്പോൾ ഓർമ്മക്കുറവുള്ളവരാച്ച പിന്നെ പറയും വേണ്ട അല്ലേ. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു 3 മക്കളുള്ള ഒരമ്മ, ആ 3 പെൺമക്കളാണ് കേട്ടോ. 2 മക്കൾ വിദേശത്താണ്, ഒരു മകൾ മാത്രമേ നാട്ടിലുള്ളൂ. അപ്പോൾ ആ അമ്മേനെ നോക്കിയത് ഈ നാട്ടിലുള്ള മകളാണ്. ആ മകൾക്ക് ജോലിയുണ്ട് എങ്കിലും ആ മകൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നത്. പകൽ ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു സ്ത്രീനെ കൂടെ നിർത്തിയിട്ടുണ്ടായിരുന്നു.
അതിനുശേഷം ഈ മകള് എന്തെങ്കിലും ഒഴിവ് ദിവസങ്ങളിൽ വല്ല തീർത്ഥാടനം അല്ലെങ്കിൽ അമ്പലങ്ങളിലേക്കുള്ള ആരെങ്കിലുമൊക്കെ പോകണ്ടെങ്കിൽ അങ്ങനെ കൂട്ടത്തിൽ പോകാനൊക്കെ ആയി കഴിഞ്ഞാൽ ഈ അമ്മ അപ്പ വിളിച്ചിട്ട് പറയത്ര എനിക്ക് തീരെ വയ്യ, എനിക്ക് എന്തൊക്കെയോ ആവണം, നീ വേഗം വായോ എന്ന് പറയും. അങ്ങനെ പകുതി പോയ വഴിയിൽ നിന്ന് എത്രയോ പ്രാവശ്യം തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് പറയാണ്. അങ്ങനെ സംഭവിക്കാം. നമ്മൾ ഓരോരുത്തരും ആ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവർ പറയുന്ന ആ മാനസിക വിഷമം അല്ലെങ്കിൽ മാനസിക സംഘർഷം. അപ്പോൾ ഈ വിദേശത്തു നിന്നുള്ള സഹോദരിമാർ വന്നു കഴിഞ്ഞാൽ അമ്മ പറയത്ര അവർ നാട്ടിലേക്ക് എപ്പോഴെങ്കിലും അല്ലേ വരണത്, അവർ പൊക്കോട്ടെ, അവർ അങ്ങനെ അമ്പലങ്ങളിലേക്ക് പൊക്കോട്ടെ അല്ലെങ്കിൽ കല്യാണങ്ങൾക്ക് പൊക്കോട്ടെ എന്ന് പറയത്ര. അപ്പോൾ ഈ വിദേശങ്ങളിൽ നിന്ന് എപ്പോഴെങ്കിലും വരുന്നവർ അമ്മയെ നോക്കാനായിട്ട് ഇരിക്കണില്ല. അപ്പോൾ ഈ നാട്ടിലുള്ള മകൾ തന്നെയാണ് അമ്മയെ നോക്കുന്നതും. നാട്ടിലുള്ള മകൾക്ക് ഒന്നുമില്ല. എന്താ അവർക്കുള്ളത്? അവരുടേതായ ഒരു കാര്യം നടക്കില്ല. കാരണം ഒരു അമ്പലത്തിൽ പോക്കോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോക്കോ ഒന്നും അവർക്കില്ല. ഈ മകളെ എവിടെ പോകുമ്പോഴും ആ അമ്മ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എവിടേക്കാണ് പോകാൻ പറ്റുക? എന്നാൽ വിദേശത്തുള്ളവർ വന്നു കഴിഞ്ഞാൽ ഈ മകൾക്ക് ഒരു റെസ്റ്റ് ഉണ്ടോ? അപ്പോഴും ഇല്ല. കാരണം അവരെപ്പോഴെങ്കിലും വരുന്നവരാണ്. പിന്നെ അവർക്ക് നാട്ടിലത്തെ കാര്യങ്ങൾ അറിയില്ല, ആ രീതിയിലാണ്. അപ്പം അങ്ങനെ നോക്കുന്നവന് മാത്രമാണ് നോട്ടം ഉള്ളൂ, അല്ലാത്തവനില്ല എന്നുള്ളതാണ് അതൊന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പം മനസ്സ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രായമായ അച്ഛനും അമ്മേനെ നമ്മൾ നോക്കണം എന്ന മനസ്സോട് കൂടി നോക്കുന്നവർക്ക് എന്നും ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം അവർക്ക് നോക്കുന്ന ബുദ്ധിമുട്ടും ഉണ്ടാവും, മറ്റുള്ളവർ വന്നാൽ പോലും ഒരു റെസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഈ രീതിയിൽ പെരുമാറുന്ന പ്രായമായ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ, ഇപ്പം നമ്മളുടെ വീട്ടിലൊക്കെ ആരെങ്കിലും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കുന്നവർക്ക് ആ ബുദ്ധിമുട്ടുകൾ അറിയാം. കാരണം അവർക്ക് അവരുടെ മാനസിക സംഘർഷങ്ങൾ ഈ അമ്മയേക്കാൾ അല്ലെങ്കിൽ ഈ അച്ഛനേക്കാൾ കൂടുതൽ പ്രായവും അതുപോലെ തന്നെ രോഗാവസ്ഥയും എത്തുന്നത് ഈ നോക്കുന്ന വ്യക്തിക്കാണ് കേട്ടോ. അത് മകനായിക്കോട്ടെ മകളായിക്കോട്ടെ, ആ നോക്കുന്ന വ്യക്തിക്കാണ് കേട്ടോ. കാരണം എപ്പോഴെങ്കിലും ഫോൺ ചെയ്ത് സംസാരിക്കുന്ന ബന്ധുക്കളായിക്കോട്ടെ മറ്റു മക്കളായിക്കോട്ടെ അവർക്കൊക്കെ എന്താ ഏതാണെന്ന് അന്വേഷിക്കേ വേണ്ടുള്ളൂ. അതുപോലെ തന്നെ ആ ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നും പറയണ്ട, ഒന്നും മിണ്ടണ്ട എന്ന് പറയും. പക്ഷേ ഈ നോക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് കണ്ടു നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു രൂപത്തിൽ ആരെങ്കിലും അവരുടെ വീട്ടിൽ പ്രായമായവരുണ്ട് നോക്കുന്നുണ്ടെങ്കിലാണ് മനസ്സിലാവുള്ളൂ കേട്ടോ. അതാരും പറയാതെ ഇങ്ങനൊരു അവസ്ഥയിൽ കൂടെ കടന്നു പോയവർക്ക് പ്രത്യേകം അറിയാം. അപ്പോൾ അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്ത് കൊടുത്തിട്ടും തൃപ്തി ഇല്ലാതെയും എന്തൊക്കെ അവരുടെ വേണ്ട ഭക്ഷണ രീതികൾ നോക്കിയാലും തൃപ്തി ഇല്ലാതെയും മെഡിസിൻ ആയിക്കോട്ടെ എന്തൊക്കെ മെഡിസിനുകളും കാര്യങ്ങളും ഉണ്ടെങ്കിലും അതെല്ലാം കൊടുത്താലും മെഡിസിൻ ഒന്നും മേടിച്ചു തരണില്ല, അവൾക്ക് ഒന്നും ചെയ്തു തരണില്ല അല്ലെങ്കിൽ അവനിക്ക് ഒന്നും ചെയ്തു തരണില്ല. എന്താപ്പോൾ ചെയ്തു തരണത്? എനിക്ക് കിട്ടുന്ന പെൻഷൻ ഉണ്ട്, ആ പെൻഷൻ മേടിച്ച് വെക്കും, അത് മേടിച്ച് വെച്ചിട്ട് അതുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്ന വ്യക്തികളടക്കം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പെൻഷൻ എന്ന് പറയുന്നത് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ പെൻഷൻ കൊണ്ട് എന്താണ് മേടിക്കാൻ കിട്ടുക, ഒരു മെഡിസിൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണില്ല. പക്ഷേ ഇതെല്ലാം മനസ്സിലാക്കി പെരുമാറുന്ന സഹോദരങ്ങളും ഉണ്ട് കേട്ടോ, അല്ലാത്ത രൂപത്തിലുള്ളതും ഉണ്ട്. അപ്പോൾ വേറൊരു അമ്മ, പ്രായമായ ഒരു അമ്മയെ നോക്കാനായിട്ട് ഒരു സഹോദരിയാണ് നിൽക്കുന്നത്. അവർക്ക് ഭർത്താവ് മരിച്ചു, മക്കളൊക്കെ ഉണ്ട്, സ്വന്തം വീടുമുണ്ട്. പക്ഷേ ഈ അമ്മയുടെ വീട്ടിൽ നിന്നിട്ടാണ് ഈ മകൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ അമ്മയെ നോക്കുന്ന സമയത്ത് സഹോദരൻ പുറം നാട്ടിലാണ്. അവിടുന്ന് വിളിച്ച് അന്വേഷിക്കുമ്പോൾ ഈ അമ്മ എന്ത് പറയും? അവൾ എനിക്ക് കഴിക്കാൻ തന്നില്ല, അല്ലെങ്കിൽ അവൾ എനിക്ക് മെഡിസിൻ തന്നിട്ടില്ല, അല്ലെങ്കിൽ ഇന്ന് കുളിപ്പിച്ചിട്ടില്ല, ഇങ്ങനെയൊക്കെ പറയൂത്ര. അപ്പോൾ ഈ സഹോദരൻ എന്നിട്ട് ഈ സഹോദരീനെ വിളിച്ച് ചീത്ത പറയും, കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ദിവസം ഈ സഹോദരിയുടെ മകള് പറഞ്ഞുത്ര, ഇനി എന്തായാലും മാമ ഇത്ര കാലം അമ്മൂമ്മേനെ അമ്മ നോക്കി, ഇനി മാമ ആരെയാച്ച വെച്ചോളൂ, നോക്കിക്കോളൂ, എൻ്റെ അമ്മേനെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ആ മകൾ അമ്മേനെ കൊണ്ടുപോയി. അവസാനം ഇപ്പോൾ ഈ സഹോദരൻ നാട്ടിൽ വന്ന് നോക്കുകയാണ്. ഇപ്പോൾ ഈ സഹോദരൻ നാട്ടിൽ വന്ന് നോക്കിയിട്ട് സഹോദരന് മനസ്സിലായി കൊടുത്തിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. ഇപ്പം ചെയ്യുന്നവർക്കും നോക്കുന്നവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. എപ്പോഴെങ്കിലും കാണുന്നവർക്കോ പറയുന്നവർക്കോ ആ ബുദ്ധിമുട്ട് അറിയില്ല. അപ്പോൾ ശരിക്കും സഹോദരന് മനസ്സിലായി എന്താ ബുദ്ധിമുട്ട് എന്നുള്ളത്. അപ്പോൾ ഇപ്പം ആൾ ഒരു ഹോം നേഴ്സിനെ വെച്ചേക്കാണ്. ഹോം നേഴ്സിനെ വെച്ച് കഴിഞ്ഞാൽ ചില ഹോം നേഴ്സിനോട് ഇവർ നന്നായിട്ട് നിൽക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആരും ഇല്ലല്ലോ എന്നുള്ള ചിന്താഗതി വരികയാണോ എന്താണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ, ഒരു മാനസികാവസ്ഥ അല്ലേ. അപ്പോൾ ചില ഹോം നേഴ്സിനോട് നന്നായി നിൽക്കൂത്ര, ചില ഹോം നേഴ്സിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ കേൾക്കൂല. അപ്പോൾ ഈ ചിലർ നല്ലപോലെ റൂഡായിട്ട് പെരുമാറുന്ന ഹോം നേഴ്സൊക്കെയാണെന്ന് വെച്ചാൽ അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും, ഇത് കഴിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരും ഉണ്ട്.
പിന്നെ ഏറ്റവും എനിക്ക് തോന്നുന്നു പ്രായമായ വ്യക്തിയെ നോക്കുന്ന വ്യക്തിക്കാണ് ചികിത്സ ആവശ്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ നോക്കുന്ന രാവും പകലും നോക്കുന്നത് കൊണ്ട് അവർക്ക് അവരുടേതായ വിശ്രമമോ അല്ലെങ്കിൽ ഭക്ഷണം അല്ലെങ്കിൽ സ്വന്തം ഞാൻ പറഞ്ഞു നേരത്തെ ദൈനംദിന കാര്യങ്ങൾ പോലും ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ലാന്ന് അങ്ങനെയായിട്ട് അവർ രോഗിയായി മാറുകയാണ്. അപ്പോൾ ഈ പ്രായമായ വ്യക്തിനെ നോക്കിയിട്ട് പ്രായമായ വ്യക്തിയേക്കാൾ കൂടുതൽ അവരാണ് ഒരു രോഗിയായി മാറുന്നതും ഇവരെക്കാൾ കൂടുതലായിട്ട് പ്രായം വെറും നമ്പർ എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് പ്രായം തോന്നിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തുന്നത് കേട്ടോ. അപ്പോൾ എളുപ്പമല്ല പ്രായമുള്ളവരെ നോക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അവർ പറയും ഞാൻ എൻ്റെ മുത്തച്ഛനെ നോക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ അമ്മേനെ നോക്കിയിട്ടുണ്ട്, ഞാൻ അവരെ അങ്ങനെ നോക്കിയിട്ടുണ്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഇന്നത്തെ തലമുറ കഷ്ടപ്പെടുന്നുണ്ട്. കാരണം ആ മണ്ണല്ല ഇന്നത്തെ മണ്ണും വിണ്ണും മനുഷ്യനും മാറി എന്ന് പറഞ്ഞ പോലെ ആ മണ്ണല്ല ഇന്ന് എല്ലാവരും രോഗികളാണ്. ഇന്നൊരു 10-30 വയസ്സ് കഴിഞ്ഞാൽ തന്നെ സ്ത്രീകൾക്ക് 10-30 വയസ്സൊന്നും ആവണ്ട, അതിന് മുൻപ് തന്നെ എല്ല് തേയ്മാനമായി അല്ലെങ്കിൽ ബാക്കിയുള്ള ജീവിതശൈലി രോഗങ്ങൾ എല്ലാവർക്കും സ്ത്രീക്കും പുരുഷനൊക്കെ ഒരുപോലെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ എത്രയൊക്കെ ആരോഗ്യം നോക്കുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ കൺട്രോൾ ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായമായ വ്യക്തിനെ നോക്കുന്ന വ്യക്തിക്ക് അത് മകനോ മകളോ ആയിക്കോട്ടെ അവർ പെട്ടെന്ന് രോഗിയായി തീരും. അവർക്ക് ആരും ഇല്ലാതെയാവും. കാരണം ഇന്നത്തെ നമ്മുടെയൊക്കെ ഈ പ്രായമുള്ള തലമുറക്കാർ അവരുടെ മുതിർന്നവരെ, അതായത് അമ്മമാർ, അച്ഛന്മാർ അല്ലെങ്കിൽ മുത്തശ്ശിമാരെയൊക്കെ നോക്കുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ തലമുറയുള്ളവർ നോക്കാൻ നമ്മുടെ മക്കൾ അവർ നമ്മളെ നോക്കിക്കൊള്ളണമെന്നില്ല. കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. മനസ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മനസ്സെന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരാൾ വയ്യാന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത മക്കളാണ് ഇന്നുള്ള തലമുറകൾ കേട്ടോ. അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ അറിയാത്ത പോലെയാണ്. എന്താ ഏതാന്ന് അന്വേഷിക്കാനോ അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ ഒരു മനസ്സാന്നിധ്യം അവർക്കില്ല. ആരെങ്കിലും എന്തെങ്കിലും എവിടെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അവർ കണ്ടിട്ടും ഉണ്ടാവില്ല, അറിഞ്ഞിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഇനി വരുന്ന കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെയാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ പണം കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു റൂമായി, അതുപോലെ തന്നെ ഓൾഡ് ഏജിൽ നമുക്ക് താമസിക്കാൻ ഓൾഡ് ഏജ് ഹോമുകൾ ധാരാളം ഉണ്ട്. പിന്നെ റൂമിൽ നമ്മളിപ്പോൾ റൂം എടുത്തിട്ട് താമസിക്കുകയാണെന്ന് വെച്ചാൽ റൂമിൽ നമ്മളെ ദിവസം നോക്കാൻ ഡോക്ടറും നേഴ്സും ഒക്കെ വരും. നമുക്ക് ഭക്ഷണം നേരത്ത് കിട്ടും. പിന്നെ അടുക്കളയും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കും പോയിട്ട് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ നോക്കി കൊടുക്കാം, എല്ലാവരുമായിട്ട് സംസാരിച്ചിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടം വരികയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ അതിപ്പോൾ നമ്മുടെ കേരളത്തിലും കുറച്ച് ഭാഗങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾ കേൾക്കാനുണ്ട്. തൃശ്ശൂർ ഭാഗത്ത് എവിടെയുണ്ട്, അവിടെ നല്ല നല്ല കുടുംബങ്ങളിലുള്ളവർ പോലും മക്കൾ വിദേശത്തായാൽ അവർ ഇതുപോലെ അച്ഛനും അമ്മയും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകും. അപ്പോൾ ഏതോ അവരുടെ അടുത്തുള്ള വീട്ടുകാർ കാണാനായിട്ട് ചെന്നപ്പോൾ പറഞ്ഞത്ര ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് അസുഖമാണ്, ഇവിടെ ഡോക്ടർ വരുന്നുണ്ട്, നമ്മളെ നോക്കണുണ്ട്. അതുപോലെ ഇവിടെ കുറേ പേര് നമ്മൾ പരിചയപ്പെട്ടു, ഭക്ഷണം സമയത്ത് കിട്ടും, വേറെ ഒന്നുമില്ല. അതുപോലെ നടക്കാനും നമുക്ക് നടത്തം അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് പേരോട് നമുക്ക് സംസാരിക്കാനും ഇരിക്കാനൊക്കെ പറ്റുന്നത് കൊണ്ട് നമുക്ക് വീടിനേക്കാൾ ഞങ്ങൾ ഇവിടം ഇഷ്ടപ്പെടുന്നുണ്ട്. ഇനി മക്കൾ വന്നാലും ഞങ്ങൾ വീട്ടിലേക്ക് ഇല്ല എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇനി നമുക്ക് അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മുടെ തലമുറയൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെ പോകേണ്ടി വരും. പക്ഷേ നമ്മൾ ആ സാഹചര്യങ്ങളും നല്ല സന്തോഷമായിട്ട് ഏറ്റെടുക്കും കേട്ടോ. പക്ഷെ നമ്മുടെ അച്ഛനമ്മമാരാണെന്നുണ്ടെങ്കിൽ അവരെ ഏറ്റെടുക്കില്ല. അവരെന്താ പറയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് മക്കളെ വളർത്തി, ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഞാൻ നിങ്ങളെന്നെ പഠിപ്പിച്ചത്, അപ്പം എന്നിട്ട് നിങ്ങൾ അങ്ങനെയാന്നൊക്കെ ചോദിക്കുന്നതാണ് നമ്മുടെ അച്ഛനമ്മമാർ. പക്ഷെ നമ്മൾ ഇത്തിരിയും കൂടിയും കടന്ന് എന്താ പറയുക ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിക്കുന്നത് കൊണ്ട് നമ്മളത് ചോദിക്കണില്ല. കാരണം മക്കളെ ജനിപ്പിച്ചത് നമ്മളാണ്. അപ്പം നമുക്ക് നോക്കേണ്ട ചുമതല, നമ്മുടെ മക്കളെ നോക്കേണ്ട ചുമതല നമുക്കുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ മക്കളെ നോക്കി ആ ഒരു കടമ നമ്മൾ നിർവഹിച്ച് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു, ജോലി കിട്ടി, അവർ വിവാഹം കഴിച്ചു, അവർ ജീവിക്കണു. അവരുടെ കൂട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിലും കൂടുതൽ അവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ അവരുടെ എന്താ ചെയ്യണം, അത് ചെയ്യണം, ഇന്നമാതിരി ചെയ്യണം, ഇങ്ങനെ ചെയ്യണം നമ്മൾ കൽപ്പിക്കാതെ അവരെ നമ്മൾ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ നമ്മൾ അനുവദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് നമ്മൾക്കത് മനസ്സിലാക്കി ജീവിക്കുന്നത് കൊണ്ട് കുറച്ചും കൂടി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.